വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് ദുബായിൽ മറീനയിൽ സ്ഥിതി ചെയ്യുന്ന മറീന ബീച്ചിലേക്കാണ്. ദുബായ് മറീന ബീച്ച്. അവിടെ അടുത്ത് തന്നെയാണ് ഐൻ ദുബായ്. ദുബായിയുടെ മെയിൻ മറ്റൊരു ആകർഷണങ്ങളിൽ ഒന്നാണ് മറീന ബീച്ചും അവിടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയങ്ങളും. കൂടുതലായും മറീന ബീച്ചിൽ എത്താറുള്ളതും അവിടെ സ്റ്റേ ചെയ്യാറുള്ളതും യൂറോപ്യൻ വിനോദസഞ്ചാരികളാണ്. മറീന ബീച്ചിനോട് ചേർന്ന് തന്നെ അവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ പെർ അവറിന് 20 ദിർഹത്തിന് നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനോട് സ്ഥിതി ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്ന് പർച്ചേസിങ് ചെയ്താൽ 100 ദിർഹത്തിന് പർച്ചേസ് ചെയ്താൽ 3 അവർ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. ജുമൈറ ബീച്ച് റെസിഡൻസിയോട് ചേർന്ന് തന്നെയാണ് മറീന ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാ വർഷവും സീസൺ സമയങ്ങളിൽ സീസൺ എന്നല്ല എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട്. ധാരാളം വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. അതിൽ 90% യൂറോപ്യൻസാണ് അവിടുത്തെ മെയിൻ എത്താറുള്ളത്. ദുബായിയുടെ ടൂറിസം വിനോദസഞ്ചാര സ്പോട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം മറീന ബീച്ചിനുണ്ട്. JBR മറീന ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള താമസ സൗകര്യങ്ങളാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്. ഒട്ടനവധി ലക്ഷറി ഹോട്ടലുകൾ മറീന ബീച്ചിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഫോറിനേഴ്സിനെ തന്നെയാണ്. അതിനാൽ തന്നെയും 90% എത്താറുള്ളത് ഫോറിനേഴ്സാണ്, യൂറോപ്യൻസാണ് കൂടുതലായും എത്താറുള്ളത്. അവർ ബീച്ച് ആക്സസ് ആയാലും കൂടുതലും ഫോറിനേഴ്സിന് വേണ്ടി തന്നെയാണ് അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഡേ ആൻഡ് നൈറ്റ് എൻ്റർടൈൻമെൻറ്റ് എല്ലാം തന്നെ മറീനയിൽ റെഡിയാണ്. അതിനാൽ തന്നെ എപ്പോഴും അവിടെ ഒരു യൂറോപ്യൻ സഞ്ചാരികളുടെ ഒരു ഒഴുക്കുണ്ടാകാറുണ്ട്. ദുബായിലെ മറ്റ് ഏരിയകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറീനയിലാണ് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ വിനോദസഞ്ചാരികളെ കാണാൻ സാധിക്കുക. ഒട്ടനവധി ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ. ഹോട്ട് എയർ ബലൂൺ, സ്പീഡ് ബോട്ട് റൈഡ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ തന്നെ കാണപ്പെടാറുണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ് എല്ലാം തന്നെ. എന്നിരുന്നാലും എൻ്റർടൈൻമെൻറ്റിനും വിനോദസഞ്ചാരത്തിനും വരുന്നവർക്ക് വളരെ ആകർഷണീയമാണ് ഇതെല്ലാം തന്നെ. ഇവിടുത്തെ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങുകൾ വളരെ ആകർഷണീയമാണ്. ആരെയും ആകർഷിക്കും വിധത്തിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളും. വളരെ ലക്ഷറി ടൈപ്പ് ഹോട്ടൽസാണ് മറീന ബീച്ചിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റീസിനും പ്രത്യേകം നിരക്ക് ചാർജ് ചെയ്യുന്നുണ്ട് അവിടെ. അതിനുവേണ്ടി അവിടെ ബീച്ചിനോട് ചേർന്ന് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കൗണ്ടർ ഉണ്ടാവും. സ്പീഡ് ബോട്ടായാലും അതുപോലെ ബലൂൺ റൈഡ്, ഹോട്ട് എയർ ബലൂൺ റൈഡ്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും ബീച്ചിൽ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കാഴ്ചക്കാരുടേതും അതുപോലെ തന്നെ ബീച്ചിൽ കുളിക്കാനെത്തുന്നവരുടേതും. അതോടൊപ്പം തന്നെയാണ് മെയിൻലി യൂറോപ്യൻസിൻ്റെത്. അവരുടെ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ.
അവിടെ മറീന ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് മെയിൻ ഹോട്ടലുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ യൂറോപ്യൻസിന് വേണ്ടിയുള്ള അവർക്കിരുന്ന് ഫുഡ് കഴിക്കാനും വിശ്രമിക്കാനും എല്ലാ ആവശ്യത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. കുറച്ചുള്ളിലായി തന്നെയാണ് അവരുടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. കടലിൻ്റെ അകത്ത് തന്നെയാണ്. അവിടെ തന്നെ സ്പീഡ് ബോട്ട്, അതുപോലെ തന്നെ കാറ്, അഡ്വഞ്ചർ കാർസ് ഉണ്ട്. അപ്പോൾ ഇത് മണിക്കൂറിന് നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും. അതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്കത് അവർ ഡ്രൈവ് ചെയ്യാൻ അലോ ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾ നമ്മുടെ ഒപ്പം വരും. നമുക്ക് തന്നെ അറിയാം, അതിനകത്തുള്ള എക്സ്പീരിയൻസ്ഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അലോ ചെയ്യും. കൂടുതലും ഫോറിനേഴ്സ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അവർ ആരെയും ആശ്രയിക്കാറില്ല, സ്വന്തമായി തന്നെ അവരത് എടുത്തുകൊണ്ട് പോയി ഡ്രൈവ് ചെയ്യാറാണ് പതിവ്. ഇത് വാട്ടർ കാറാണ്. നമ്മുടെ റോഡിലൂടെ ഓടുന്ന അതേ ഒരു കാറിൻ്റെ മാതൃക, പക്ഷേ അത് വെള്ളത്തിലൂടെ സ്പീഡ് ബോട്ട് പോലെ പോകും. കാണാൻ വളരെ നല്ല ഭംഗിയായിരിക്കും. അവിടുത്തെ താമസക്കാർക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള കുറേ ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ഗെയിം സോൺ ഉണ്ട് അവിടെ. ഓരോന്നിനും പ്രത്യേക നിരക്ക് നമ്മളൊരു കാർഡ് ഉപയോഗിച്ച് റീചാർജ് ചെയ്തിട്ട് വേണം ഓരോ ഗെയിമിലും നമുക്ക് പ്ലേ ചെയ്യാം. അങ്ങനെ ഓരോരോ റിസൾട്ട് അനുസരിച്ച് നമുക്ക് ഓരോരോ പ്രൈസ് കിട്ടാറുമുണ്ട്. അപ്പോൾ അവർ ചാർജ് ചെയ്യും, നമ്മളതിൽ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈസ് തരും. അത് പല ടൈപ്പ് ഓഫ് പ്രൈസുകളാണ് നമുക്ക് ലഭിക്കാറുള്ളത്. രസകരമാണ്. അതുപോലെ തന്നെ
നമ്മളെ കാശ് ചോർന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് JBR മറീന വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.